ഹായ് നമസ്കാരം, റൈറ്റ് സയൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട 3 കോൺസെപ്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. വെൽക്കം. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ഇതൊക്കെയാണ്. ഒന്ന് യൂട്ടിലിറ്റി, രണ്ടാമത്തത് മാർജിനൽ യൂട്ടിലിറ്റി, മൂന്നാമത്തത് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, ആദ്യം നമുക്ക് യൂട്ടിലിറ്റി എന്താണെന്ന് പരിചയപ്പെടാം. എന്റെ കയ്യിലിരിക്കുന്ന മാർക്കർ കണ്ടോ? അപ്പൊ ഈ മാർക്കർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഈ മാർക്കറിൽ നിന്ന് ഒരു കൺസ്യൂമറായ എനിക്ക് ലഭിക്കുന്ന ആകെ സംതൃപ്തിക്ക് പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ആണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ മാർക്കർ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ കരുതുകയാണ് എനിക്ക് രണ്ടാമതൊരു മാർക്കർ കൂടി ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒന്നാമത്തെ മാർക്കർ കൂടാതെ രണ്ടാമത് അഡീഷണൽ ഒരു മാർക്കർ കൂടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ച ഈ മാർക്കറിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് പറയുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പം യൂട്ടിലിറ്റി ആയി, മാർജിനൽ യൂട്ടിലിറ്റി ആയി. ഇനി നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്താന്ന് നോക്കാം. ഞാനിവിടെ മാർക്കറിന്റെ 2 യൂണിറ്റുകൾ ആകെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 യൂണിറ്റുകൾ നോക്കിക്കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റുകളിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റികൾ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ഈ മാർക്കറിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ മാർക്കറിന്റെ യൂട്ടിലിറ്റി പ്ലസ് രണ്ടാമത്തെ മാർക്കറിന്റെ യൂട്ടിലിറ്റി. സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? വളരെ എളുപ്പമാണ്, എല്ലാവർക്കും പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.